മണ്ടൻ മുതലാളി കിടക്കുന്ന റൂമിലേക്കാണ് പോണത്. വാതിലടച്ച് കുറ്റിയിടണം. മരമണ്ടൻ ലേറ്റ് ഇട്ടിട്ടാണോ കക്കാൻ പോണത്? ഇവനെന്താ അയാളുടെ സൗന്ദര്യം കാണണം? വേണ്ട. രാധിക എവിടെയാണോ താമസിക്കുന്നത്? അതെ, അവനായി വീട് അറേഞ്ച് ചെയ്തു തന്നത്. ഇവിടെ വേണ്ടിയിരുന്നില്ല. ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കായിരുന്നു. നമ്മുടെ ഡോക്ടർ രാധികയാ. രാധിക എന്താ ഇവിടെ? ഞാൻ എവിടെയാ താമസിക്കുന്നത്? എന്റെ കൂടെ എന്റെ ചേച്ചിയുടെ മോളും ഉണ്ട്, അച്ചു. അത് ശരി. ഭയങ്കര വികൃതിയാ. ലഗേജ് ഒക്കെ എടുത്തോളൂ. ഇതാ വീട്. അല്ല, ഇവിടെ നടന്നോളൂ. ഈ വില്ലയിൽ 2 വേലക്കാരുണ്ടായിരുന്നു, ഒരു ഉണ്ണിക്കണ്ണനും സുശീലയും. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞ അവരാണ് ഈ വീടിന്റെ ഉടമസ്ഥരെന്നാ ഞങ്ങളൊക്കെ ആദ്യം കരുതിയത്. പിന്നെ യഥാർത്ഥ ഉടമസ്ഥർ വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഹൗസ് ഓണർ ആ വേലക്കാരി പറഞ്ഞയച്ചു. ഇപ്പൊ ഈ വീട്ടിൽ ആ ഉണ്ണിക്കണ്ണൻ മാത്രമേ ഉള്ളൂ. അയാൾക്കാണെങ്കിൽ ഈ വീട് വാടകയ്ക്ക് തരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ബാച്ചലറാണെന്ന് പറഞ്ഞപ്പോഴാണ് സമ്മതിച്ചത്. കക്ഷി ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാ മതി. ഈ വില്ലയിലെ വില്ലാതെ വില്ലനാ ഈ ഉണ്ടക്കണ്ണൻ. ഉണ്ടക്കണ്ണനല്ല, ഉണ്ണിക്കണ്ണൻ. നമസ്കാരം. ക്രോണിക് ബാച്ചലറാണെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അയ്യോ, ഇതെന്റെ ചേച്ചിയുടെ മോളാ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ആ വില്ലയില് താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടതു ഭാഗത്തായിട്ട് കറുത്ത മൃഗമുള്ള വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? ചേച്ചി വിളിക്കുന്നുണ്ട്, ഞാനങ്ങോട്ട്. സാറിന്റെ പെറ്റി മുറിയിലേക്ക് വെച്ചോ, സ്വന്തം പെറ്റി ഔട്ട് ഹൗസ് വെച്ചാൽ മതി. ഡ്രൈവർമാർക്ക് അകത്ത് പ്രവേശനമില്ല. എങ്കിൽ താൻ ഇതൊക്കെ അങ്ങ് എടുത്ത് അകത്തോട്ട് വെച്ചോ. ഇനി ഡ്രൈവർ അകത്ത് കയറിയെന്ന് വേണ്ട. ഇതെന്ത് കഷ്ടമാണത്? ഇവനൊരു എല്ല് കൂടുതലാണല്ലോ സാറേ. ഈ ഡ്രൈവർമാരെ നിർത്തിയില്ലെങ്കിൽ അവർ തലേക്കിറങ്ങും നിരങ്ങട്. ഈ വേലക്കാരുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ. സാറേ, സ്വന്തം വീടാണെന്ന് കരുതി വന്നാട്ടെ. സാറിനെ ഞാൻ സ്നേഹിക്കും. സ്വന്തം അമ്മയപ്പല്ലേ. അമ്മേ, താമസിക്കാൻ കരിങ്കല്ലൊക്കെ ആയിട്ടാ വന്നേക്കണത്. വാ, നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങാ. എനിക്കതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ വാശി പിടിക്കരുത്. ഇനി ഒരുപാട് ദിവസം കൂടെ കഴിയേണ്ടതല്ലേ. പരിസരമൊക്കെ നടന്നിരിക്കണ്ടേ, കണ്ടേ പറ്റൂ. ഞാൻ അന്ധനാണ്. അന്ധകനാ? എടോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. സത്യം? പരമാത്രം? അതെ. ഒന്നും കാണുന്നില്ല? ഇല്ല. ശൂന്യത, മുഴുവൻ ഇരുട്ട്. എന്റെ ഈശ്വര, ഇന്ന് മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ, കണ്ണില്ലാത്ത രാഷ്ട്രർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി? അത് ഗാന്ധാരിയല്ലേ? അതിപ്പോ ഇങ്ങനെ പറയാ സാർ. കാലൊക്കെ ഒരുപാട് പോയില്ലേ? ആണോ? ആ, സാർ അവിടെ ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. ഞാൻ സാറെ സ്നേഹിച്ചു കൊല്ലു. താൻ പോയോ? ഞാൻ ഇപ്പഴും സാർ. അയ്യോ, എന്റെ കണ്ണി കുത്തിയേ. അയ്യോ, ശബ്ദം കേൾക്കുന്നത് താഴേന്നാണല്ലോ. അത് കണ്ണി കുത്തിയ വേദന കൊണ്ട് കുനിഞ്ഞു പോയതാണ് സാറേ. താൻ ഇരുന്നോളൂ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. ആ, സാറിന് കുടിക്കാൻ ചായയോ അതോ ക്യാപ്പിയോ? ഡീസന്റ് ആയിട്ട് ഒരു ചായ ആയിക്കോട്ടെ. ഇവിടെ എല്ലാം ഡീസന്റ് അല്ലേ സാറേ? നമ്മളൊക്കെ തറവാട്ടി പറഞ്ഞല്ലേ. ആ, സാറിന് വിത്തോ അതോ വിത്തൗട്ടോ? വിത്തൗട്ട് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. ഈ ചൂട് കാലത്ത് വിത്തൗട്ടാണ് സാറേ നല്ലല്ലേ? അല്ലേ സാറേ? സുശീലേ, സുശീലേ, ഇനി നീ ഒളിച്ചൊന്ന് നിക്കണ്ടേ. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈശ്വരനോട് എത്തിച്ചത് ഒരു കണ്ണുവെട്ടിനെ അറിയാ. നീ ഒന്നും മിണ്ടാതെ നിന്ന് തന്നാ മതി. നമുക്ക് ഈ കണ്ണുവെട്ടിനെ പറ്റിച്ച് ഇവിടെ സന്തോഷമായിട്ട് കഴിയാടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എന്താ സംസാരിക്കാനുള്ളത്?
ആ ഹൗസ് ഓണർ തെണ്ടി നിന്നെ ഡിസ്മിസ് ചെയ്താലും എനിക്ക് എന്റെ മിസ്സിനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂടി. ചായ സാർ ചായ. ഇവിടെ ഇവിടെ ഇവിടെ. ഓ താങ്ക്സ്. ആരോ കോളിംബിൽ അടിക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. സാറിന് രാത്രിയിൽ എന്താണ് വേണ്ടത്? ഉറക്കം. തമാശക്കാരൻ കണ്ണ് രണ്ടും കണ്ടില്ലെങ്കിലും തമാശക്ക് ഒരു പഞ്ഞുമില്ല. കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന്? വെജിറ്റേറിയൻ എന്തെങ്കിലും. ഞാൻ രാത്രി നോൺ വെജിറ്റേറിയനാ. എനിക്കെന്തായാലും പ്രശ്നമില്ല. അത് കേട്ടാ മതി ഞങ്ങക്ക്. ഞങ്ങൾക്കോ? അല്ല ഞമ്മക്ക്, നമ്മള് മലപ്പുറത്തൊരു മുസ്ലിമാണേ. അല്ല, മുസ്ലിം ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ ഹാജിയാരി. എന്റെ സാർ ഇങ്ങനെ മുഴുവൻ സമയം വീട്ടിനുള്ളിൽ ഇരുന്ന എന്റെ ഒരു പണി നടക്കൂല. എനിക്കാണെങ്കിൽ പണി ഒഴിച്ചിട്ട് നേരമില്ല. സാറിന് ഞാൻ ഈ പരിസരമൊക്കെ ശരിക്കും പരിചയപ്പെടുത്തരാം. ഇവിടുന്ന് 5 അടി വെച്ചാൽ റോഡായി, അവിടുന്ന് 10 അടി വെച്ചാൽ റോഡിന്റെ അപ്പുറമായി. എന്റെ സാറ് ഇതൊക്കെ ഒറ്റക്ക് ചെയ്താ പിന്നെ ഒരു തെണ്ടിയുടെ സാഹചര്യമാണ് നടക്കാ. തലയില്ലാത്തവരോട് ജീവിക്കുന്നു, പിന്നെ കടില്ലാത്ത സാറ്. 1 2 3 4 5. സാറിങ് വന്നേ. 1 2 3 4 5. ഇനി ആ വടി ഇങ്ങനെ 10 അടി വെച്ച് ട്രൈ ചെയ്യ് സാറേ. 1 2 3 4. 10 പോകട്ടാ. എനിക്ക് എന്നാറിനോട് അതിന്റെ അപ്പുറത്ത് 6 7 8. ഇടിയൻ, എവിടെ നോക്കിയാടാ പോണത്? തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? സോറി. തന്റെ കണ്ണ് എവിടെ ഫിറ്റ് ചെയ്തേക്കണത്? മാനത്തോ? ഏതോ തനിക്ക് ഇയാളെ കണ്ടുറോ? എന്താണൊന്നും ഇല്ലാത്തത്? എടോ ഞാനാരും തനിക്കറിയോ? അറിയോന്ന്? ഞാൻ ഈ വില്ലയിലെ കേട്ടേക്കർ ഇയാളുടെ. ഇതല്ല ചോക്ലേറ്റ്. എന്താ ഡോക്ടർ, എന്തൊക്കെ വിശേഷങ്ങൾ? രഞ്ജനെ, നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? കെട്ടിച്ചായിക്കണ്ടേ? അക്കാര്യം പറഞ്ഞതിനാ ഇവിടെ മുത്തശ്ശനോട്ട് പെണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ ഇവിടുമായിട്ട് കൊടുക്കാൻ ഞാനില്ല. ഇതാണ് എന്റെ ഡാഡി. ഡാഡി ഡാഡി അങ്ങനെ പാവാ, കണ്ണു കാണില്ല. I'm sorry, extremely sorry. ബ്ലൈൻഡ് ആണെന്ന് അറിയാതെ ഞാൻ. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? പ്ലീസ്. അതെ, എന്റെ ഡാഡി പോലീസാ. ആ റാസ്കൽ എന്നുള്ള ചീത്തവിളി കേട്ടപ്പോ എനിക്ക് തോന്നി സാറ് പോലീസിലായിരിക്കും. You are right. I'm സ്വാമിനാഥൻ, ക്രൈം ബ്രാഞ്ച് SP. രാജ്മോഹൻ വക്കീൽ വധക്കേസിന്റെ അന്വേഷണം സാറാണല്ലേ? യെസ്. അതെങ്ങനെ അറിയാം? പത്രത്തിലൊക്കെ വായിച്ചു. പത്രത്തിൽ നിങ്ങൾക്കിങ്ങനെ അല്ല വായിക്കാൻ? ആ സാറിന് ഞാനാ രാവിലെ വായിച്ചു കൊടുക്കാറ്. ഗുഡ്.